ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസത്തെ ഒരു കുട്ടി ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു സ്റ്റീം അയൺ വാങ്ങണമെന്ന്. അപ്പോൾ ഇത് അൽഹംദുലില്ലാ ഞാൻ മേടിച്ച്. സിൽവർ സ്റ്റാറിൻ്റെ കേട്ടോ ഏറ്റവും നല്ലത് എന്ന് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ സിൽവർ സ്റ്റാറിൻ്റെ തന്നെ കിട്ടി. പക്ഷേ എനിക്ക് 1800 വാട്ട്സിൻ്റെ ഇന്ന് വേണ്ടിയിരുന്നത്, അത് എവിടെയും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ കടയത്തോർ പറഞ്ഞത് ഇവിടെ മൈസൂർ മൊത്തം ഇത് തന്നെയാണ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് KT സ്ട്രീറ്റിലൊക്കെ പോയപ്പോൾ എവിടെയും കിട്ടിയില്ല. പിന്നെ ഞാൻ ഹോൾസെയിലായിട്ട് മെഷീനിൻ്റെ ജാക്ക് എടുത്തതും അതേ കടയിൽ നിന്നായിരുന്നു. പിന്നെ ഈ സ്റ്റീം അയൺ സിംഗറൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് മേടിച്ചത്. അപ്പോൾ അതോ കുഴപ്പമൊന്നുമില്ല, നല്ല അയൺ ബോക്സാണ്. ഇനി യൂസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റുക. പക്ഷേ നല്ല റിവ്യൂസാണ് ഈ സ്റ്റീം അയൺ കേട്ടോ. സിൽവർ സ്റ്റാറിൻ്റെ ഇത് വന്നിട്ട് 1300 വാട്ട്സ് ആയിട്ടുള്ളത്, 220 വോൾട്ടേജും ES 300L എന്ന് പറയുന്നതാട്ടോ അത്. അപ്പോൾ ഇന്നലെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇതൊരു ടാങ്ക് മാതിരി വരും. ചിലവർക്കൊക്കെ അറിയിക്കാരട്ടോ, അറിയാത്തവർക്ക് ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എടുക്കാൻ കുറച്ച് നേരം ഇതായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1800 അങ്ങനത്തെ വോൾട്ടേജ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ, വാട്ട്സ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ മേടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊരു സംഭവം. ഇതിൽ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ബിസ്ലറി വാട്ടർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നോർമൽ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. നോർമൽ വാട്ടറിൽ കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റൂല എന്ന് അറിഞ്ഞിട്ടോ. അപ്പോൾ ഈ പൈപ്പൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ കുറേ ആയി ഇങ്ങനൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ കുറച്ചടുത്തായിട്ട് എൻ്റെ ഒരു ഡ്രസ്സ് നല്ലപോലെ ഒന്ന് അയൺ ചെയ്യുമ്പോൾ ഒന്ന് പിടിച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ ഹുക്ക് മാറുന്ന സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ബട്ടനാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഷൂ കേട്ടോ. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ്. ഞാൻ ചിലതിലൊക്കെ അത് തന്നെ കിട്ടും കേട്ടോ. ഓൺലൈനിലുണ്ട് ഈ സംഭവം 3200 പക്ഷെ എനിക്ക് ഓൺലൈനിൽ വാങ്ങാൻ തോന്നിയില്ല, ഞാൻ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ പൈപ്പ് അതിൽ സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കൈകൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ചെയ്തതോടെ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഒരു ക്യാമറ വെച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്ത് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ ഇതിൽ ഞാൻ ഫസ്റ്റ് അയൺ ചെയ്തപ്പോൾ എന്താ കാട്ടി, നമ്മൾ നോർമൽ അയൺ ബോക്സ് വെക്കുന്ന മാതിരി വെക്കാൻ പോയിട്ടോ. അങ്ങനെ ഒരിക്കലും വെക്കരുത്. അതിൻ്റെ സ്കൈ ബ്ലൂ കളർ പാഡ് അതിൻ്റെ മേലായിട്ട് നമുക്ക് വെക്കേണ്ടത്. അവയ്ക്കാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഒക്കെയാണ് ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പ്രിങ് മാതിരിയുള്ള സംഭവമുണ്ട്, അതും അതിൻ്റെ മേലെ കൂടെ ആയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് വീതിയുള്ള ഭാഗമായിട്ട് വന്ന സ്പ്രിങ് താഴോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെങ്ങനെ കയറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ടാങ്ക് വന്നിട്ട് കുറച്ച് ഉയരത്തിൽ വേണം കേട്ടോ സെറ്റാക്കാൻ. വെള്ളം വരാൻ നല്ല ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ഉയരത്തിൽ കുറച്ച് ഒരു ആണിമല അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടി തൂക്കി എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഹുക്കൊന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണ്ടടുത്തൊന്ന് സെറ്റാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് നിൽക്കുന്ന പൈപ്പിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ അതിന്മേൽ പ്രസ് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ ചീറ്റി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റീമായിട്ട് ഇങ്ങനെ പുക മാതിരി വരും. ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനായമൊക്കെ അതിശയം ഇതെന്താണ് എന്നിട്ട് എത്തിയും പാളിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താ ചെയ്യണമെന്ന് അറിയായിട്ട്. അപ്പോൾ വെള്ളം വരുന്നുണ്ടോ നമുക്ക് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ മിനിമം വാട്ടർ അതിന്മേൽ കൊടുത്തിട്ടുണ്ട്. അതിലേറെ കുറച്ച് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല. നമ്മൾ കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഷൂവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ വെക്കുന്ന സംഭവം.
അപ്പോൾ ഇതാണ് ഓൺ ഓഫിൻ്റെ ബട്ടൺ. മുന്നിൽ ഹാൻഡിലുള്ള ഒരു ബട്ടൺ കാണുന്നത്, അതാണ് കേട്ടോ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു 2-ലൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചുളിവ് അങ്ങനെയൊന്നും ഇല്ല തുണിയിൽ. ലാസ്റ്റ് ഒരു ഇക്കാൻ്റെ ഷർട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഫസ്റ്റ് ആ സ്റ്റീം വരുന്നൊന്ന് കാണാനായിട്ട് എനിക്ക് അർജൻറ്റ് ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ സ്റ്റീം വരുന്നൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ഇങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാം കേട്ടോ. സിൽവർ സ്റ്റാറിൻ്റെ തന്നെ ഞാൻ വാങ്ങിയത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ ഞാൻ നോക്കിയിൽ എല്ലാവരുടെ നല്ല റിവ്യൂ വന്നിട്ടുള്ളത് സിൽവർ സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ അയൺ ചെയ്ത് കിട്ടണ മാതിരി ഈ ബൊട്ടീക്കിലൊക്കെ നല്ല ഫിനിഷിങ് ആട്ടോ. നല്ല ഇതാണ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അടി പിടിക്കുമോന്നോ അങ്ങനെ